ഇനി മെയിൻസിൽ എന്ത് വ്യത്യാസമാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഒന്ന് നമ്മുടെ ഒരു പാറ്റേണിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ആ എഴുതിയേക്കുന്നത്. പലർക്കും അത് കാണുമ്പോൾ എങ്ങനെ അത് വരുന്നതെന്ന് പലർക്കും മനസ്സിലാവാറില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു തരുന്നത്. ഹായ്, നമ്മുടെ ബാങ്കിങ് എക്സാംസിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഓൾറെഡി ഒരു 5-6 മാസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ജൂലൈ തൊട്ട് അങ്ങോട്ട് ഇനി ഫുൾ ബാങ്ക് എക്സാംസ് വരുവാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞതിനേക്കാളും മുമ്പേ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ SBIയുടെ നോട്ടിഫിക്കേഷൻ, നമ്മുടെ RRBയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ വന്നു. RRBയുടെ നോട്ടിഫിക്കേഷൻസ് കുറച്ചുകൂടി നമുക്ക് ഡേറ്റ് റീഷെഡ്യൂളായി, ലൈക്ക് പുതിയ ഡേറ്റ്സ്, നമുക്ക് പുതിയ റിവൈസ്ഡ് കലണ്ടർ വന്നു. ആൻഡ് നമ്മുടെ IBPSൻ്റെ എക്സാം ഈ വർഷം നമ്മുടെ നേരത്തെ വിളിച്ചു എന്ന് പറഞ്ഞാൽ, നേരത്തെ അല്ല, നമ്മുടെ ഈ പറയുന്ന RRBയുടെ ഡേറ്റ്സ് റീഷെഡ്യൂൾ ആയപ്പോഴത്തേനും IBPSൻ്റെ ആ ഒരു ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ നമുക്ക് മുമ്പേ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ IBPS POയുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ വർഷം നമുക്ക് സാധാരണ എപ്പോഴും SBI ഏറ്റവും അവസാനം വിളിക്കുന്ന SBI എക്സാം, ഈ വട്ടം SBI PO ആദ്യമേ വിളിച്ചു നമുക്ക് പറയാം. ഇപ്പോൾ SBIയുടെ ഒരു എക്സാംസ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ, SBI ക്ലർക്കും PO ഒക്കെ. പക്ഷേ അതിൻ്റെ കൂടാണ് ഇപ്പോൾ അടുത്ത പുതിയ SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. ഇവൻ്റെ വേക്കൻസി നമുക്ക് ഒരു 500 അറൗണ്ട് സംതിങ് ഉള്ളെങ്കിലും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇൻഷുറൻസ് എക്സാംസും ഓൾറെഡി ഈ വർഷം നേരത്തെ വിളിച്ചു തുടങ്ങി. ഇൻഷുറൻസ് എക്സാംസ് യൂഷ്വലി നമുക്കൊരു സെപ്റ്റംബർ കഴിയുമ്പോഴാണ് വിളിക്കുന്നതെങ്കിൽ ഈ വട്ടം നമുക്ക് നേരത്തെ ഇൻഷുറൻസ് എക്സാംസ് വിളിച്ചു തുടങ്ങി. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഇൻഷുറൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനിയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്കറിയാം ഇനി അങ്ങോട്ട് വരുന്ന മാസങ്ങളിൽ വരും. നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ IBPS POയുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്തും നിങ്ങളിപ്പം അറിയായിരിക്കും, നമുക്ക് എക്സാംസിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ ചേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു ചേഞ്ച് തുടങ്ങിയത് തന്നെ RRBയുടെ എക്സാമിൽ നിന്നാണെന്ന് പറയാം. RRBയിൽ നേരത്തെ സെക്ഷണൽ ടൈമിംഗ് ഇല്ലായിരുന്നു. സെക്ഷണൽ ടൈമിംഗ് ലാസ്റ്റ് ഇയർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ SBIയുടെ എക്സാം വന്നപ്പോഴത്തേന് അവിടെ ചെറിയ ചേഞ്ചസ് വന്നു. നിങ്ങൾക്കറിയാം, പാറ്റേണിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേഞ്ചസ് വന്നപ്പോൾ തന്നെ നമ്മൾ അന്ന് ലൈക്ക് ഫ്യൂ മന്ത്സ് ബാക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വട്ടം നമുക്ക് ഇനി അടുത്ത വരുന്ന നോട്ടിഫിക്കേഷൻസിലും ഈ പറഞ്ഞ പോലെ പുതിയ മാറ്റങ്ങൾ വരാൻ നല്ല ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ ആ ഒരു SBIയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ആ SBIയുടെ നോട്ടിഫിക്കേഷനിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എല്ലാ പുതിയ ചേഞ്ചസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ SBI തന്നെ. സോ അങ്ങനെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ എക്സാം പാറ്റേണിൽ ചെറിയ വ്യത്യാസം വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വരുന്ന എക്സാംസിലും നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേ, ലൈക്ക് ഒരു 3-4 മന്ത്സ് ബാക്ക്. പക്ഷേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വർഷവും നമുക്ക് ഇപ്പോൾ ഈ IBPS നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമുക്ക് അവിടെ എന്ത് വന്നു, ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്തൊക്കെ ചേഞ്ചസാണ് വന്നിട്ടുള്ളത്? ജസ്റ്റ് എക്സാം പാറ്റേണിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്, പാറ്റേണിലും ക്വസ്റ്റ്യൻ്റെ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്, അതോ മാർക്കിന് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അതുപോലെ പ്രിലിംസിന് മാത്രമാണോ, മെയിൻസിന് മാത്രമാണോ, വേറെ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ്. നമ്മൾ ഈ IBPS PO 2025 അല്ലെങ്കിൽ നമ്മുടെ 2026-27 റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ഉള്ള IBPS PO 2025 ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ്, എക്സാം പാറ്റേൺ ആയാലും സെലക്ഷൻ പ്രോസസ്സിലായാലും പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയാലും അതുപോലെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഉള്ള ചേഞ്ചസിനെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഡൗട്ട്സ് ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു IBPS നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ IBPS POയുടെ നോട്ടിഫിക്കേഷൻ ഫ്യൂ ഡേയ്സ് ബാക്ക് നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കാണാൻ പറ്റും നിങ്ങൾക്കിവിടെ നമ്മുടെ CRP, നമ്മുടെ പ്രൊബഷണറി ഓഫീസർ, അതുപോലെ മാനേജ്മെൻറ്റ് ട്രെയിനിക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഇത് കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് പ്രൊബഷണറി ഓഫീസേഴ്സ്. അപ്പം നമ്മുടെ അതുപോലെ മാനേജ്മെൻറ്റ് ട്രെയിനി, അപ്പം CRP നമ്മുടെ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് നമ്മുടെ പ്രൊബഷണറി ഓഫീസർ PO ആൻഡ് ആ MT എന്ന് കാണുന്ന മാനേജ്മെൻറ്റ് ട്രെയിനി എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ബാങ്ക് പാർട്ടിസിപ്പേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്ലിയർലി കാണാൻ പറ്റും. നമുക്കൊരു 11 ബാങ്കാണ് ഈ ഒരു IBPS POയുടെ ഈ ഒരു എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഓരോ ബാങ്ക്സിൻ്റെയും വേക്കൻസീസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ബാങ്ക്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ മൊത്തം 1000 വേക്കൻസീസ് ആണ് അവിടെ വരുന്നത്. അതേപോലെ പിന്നെ താഴോട്ട് ഓരോരോ ബാങ്കിൻ്റെയും ഇതേപോലെ വേക്കൻസീസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും ഹ്യൂജ് വേക്കൻസീസ് വരുന്നതോ അല്ലെങ്കിൽ കറക്റ്റ് ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഏറ്റവും ഹ്യൂജ് വരുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ 1000ഉം അതുപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 1000ഉം കാനറ ബാങ്കിൽ 1000ഉം ആണ്. ബാക്കിയുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും 700, 500, 450, 200 അങ്ങനെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കും ചിലത് നോട്ട് റിപ്പോർട്ടഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. NR നോട്ട് റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ നിങ്ങൾ കാണാൻ പറ്റും ഏതൊക്കെ ബാങ്കാണ് അങ്ങനെ കൊടുത്തേക്കുന്നുള്ളത്. ഇന്ത്യൻ ബാങ്ക് നോട്ട് റിപ്പോർട്ടഡ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ യൂക്കോ ബാങ്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, നമ്മുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഇപ്പോൾ ഓൾറെഡി വിളിച്ചിട്ടുള്ള ടോട്ടൽ വേക്കൻസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 5200 വേക്കൻസീസ് ആണ് വിളിച്ചേക്കുന്നത്. പക്ഷേ ഈ ഒരു ബാങ്ക്സ് കൂടി ആ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേക്കൻസി കൂടും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു 5000-ഓളം വേക്കൻസീസ്, 5208 വേക്കൻസീസ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അൺറിസർവ്ഡിൻ്റെയും EWSഉം OBC SC STയുടെ ഒക്കെ തന്നെ ഓരോ കാറ്റഗറിക്കുള്ള ആ ഒരു വേക്കൻസി എത്ര എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന്, ഈ എക്സാമിനെ കുറിച്ചൊന്ന് പെട്ടെന്ന് ഓടിച്ച്, ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പെട്ടെന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ IBPS, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സർവീസ് എന്നുള്ളതാണ്, പേഴ്സണൽ സെലക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ IBPS എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇപ്പം വിളിച്ചേക്കുന്ന പ്രൊബഷണറി ഓഫീസിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്ക്സ് 11 ബാങ്ക്സാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 21 ജൂലൈ ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് രജിസ്ട്രേഷന് വേണ്ടിയുള്ളത്. എക്സാം മോഡ് ഓൺലൈൻ ആണ്, രജിസ്ട്രേഷനും ഓൺലൈൻ തന്നെയാണ്. നമുക്കിവിടെ മെയിനായിട്ട് 3 സ്റ്റെപ്സ് ആണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് പ്രിലിംസ്, പിന്നെ മെയിൻസ്, പിന്നെ ഇൻ്റർവ്യൂ എന്ന് നമുക്ക് ജനറൽ ആയിട്ട് പറയാം. പക്ഷേ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം ഫ്രം എനി യൂണിവേഴ്സിറ്റി, ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഇത്രയും മാത്രമേ നമുക്കിവിടെ ക്വാളിഫിക്കേഷൻ വരുന്നുള്ളൂ. ആൻഡ് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, 30 വയസ്സ് വരെയാണ് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു സാലറി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 72,000 to 76,000 ആണ് നമ്മുടെ കൈ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ബേസിക് പേ ഉണ്ട്, ഇത് കൂടാതെ കുറേ അലവൻസുകളുണ്ട്. ഈ അലവൻസുകളെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് NPSനും അങ്ങനെയുള്ള കോൺട്രിബ്യൂഷനൊക്കെ പോയതിന് ശേഷം നമ്മുടെ കൈ വരുന്ന സാലറി ഏകദേശം ഇത്ര എന്നുള്ള സാലറിയാണ് നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത്. ഏകദേശം 72 to 76, അത് ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ ഏത് സിറ്റിയിലാണ് എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ആ ഒരു സാലറിയുടെ ആ ഒരു ചെറിയ വേരിയേഷൻ അതുകൊണ്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, ഇനി ഡേറ്റ്സിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ്സിനെ കുറിച്ച് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ പേയ്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടക്ട് ഓഫ് പ്രീ എക്സാം ട്രെയിനിങ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിലേക്ക് വന്ന ഓൺലൈൻ എക്സാമിനേഷൻ, പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് നമ്മുടെ ഓഗസ്റ്റ് 2025 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനുശേഷം നമ്മുടെ അഗെയിൻ ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻസ് നടക്കാൻ പോകുന്നത് ഒക്ടോബറിലാണ് എക്സാം നടക്കാൻ പോകുന്നത് മെയിൻസ്. അതിനുശേഷം നമ്മുടെ റിസൾട്ട് വരാൻ പോകുന്നത് നവംബറിലും. അതിനുശേഷം പേഴ്സണാലിറ്റി ടെസ്റ്റ് നടക്കാൻ പോകുന്നതും നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കാൻ പോകുന്നത് നവംബർ, ഡിസംബർ, ജനുവരി ആ മാസങ്ങളിലായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത് നമ്മുടെ ഈ പറഞ്ഞ ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്തായിരിക്കും വരുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാക്ട് ഡേറ്റ് അല്ലെങ്കിൽ ഒരു എക്സാക്ട് മന്ത് കൊടുത്തിട്ടില്ല, ഈ റേഞ്ച് എന്നുള്ളതേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഡേറ്റ്സ് ഒക്കെ അവിടെ നിന്ന് ക്ലിയർ ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇനി എന്തൊക്കെയാണ് നമുക്കിവിടെ വരുന്ന ചേഞ്ചസും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് എത്രയാണ്, ഞാൻ നേരത്തെ നിങ്ങളോട് സാലറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, 72 to 76,000. എങ്ങനെയാണ് ഈ 72 to 76,000 വരുന്നതെന്ന് അപ്രോക്സിമേറ്റ്ലി പറഞ്ഞുതരാം. ആദ്യമേ ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു PO ആയിട്ടോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ടോ ജോയിൻ ചെയ്യുമ്പം നമുക്ക് അവിടെ കിട്ടുന്ന സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഈ കാണുന്നത് 48,480 rupees ആണ് ബേസിക് പേ. ഇതിൻ്റെ കൂടെ അലവൻസുകൾ ചേരും. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന ഡിയറൻസ് അലവൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൗസ് റെൻറ്റ് അലവൻസ് ഉണ്ട്, ലേണിംഗ് അലവൻസുകളുണ്ട്, സ്പെഷ്യൽ അലവൻസുകളുണ്ട്, ഇങ്ങനെ കുറേ അലവൻസ് ഉണ്ട്, 4-5 അലവൻസുകളുണ്ട്. ഈ അലവൻസുകളെല്ലാം ചേരുമ്പോഴാണ് ആ ഒരു എമൗണ്ടിലേക്ക് അതെത്തുന്നത്. ഇനി ബേസിക് പേയിൽ വരുന്ന ഒരു ഇൻക്രീസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിയർലി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് 48,480 rupees. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ബേസിക് ഇതായിരിക്കും, പിന്നെ അലവൻസുകൾ അതിൻ്റെ കൂടെ ചേരും. ഇനി ബേസിക് പേ ഇതാണെങ്കിൽ നമുക്ക് അടുത്തൊരു 7 വർഷത്തേക്ക് നമുക്ക് എല്ലാ വർഷവും 2,000 രൂപ വെച്ച് കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ സാലറിയിൽ. 7 വർഷത്തേക്ക് ഓരോ വർഷവും 2,000 രൂപ വെച്ച് കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു 7 വർഷം കഴിയുമ്പോൾ നമ്മുടെ സാലറി എന്ന് പറയുന്നത് ഇതായിരിക്കും, 62,480 rupees ആയിരിക്കും. നമുക്ക് അവിടെ കാണാൻ പറ്റും 48. നമുക്കവിടെ ആ ഒരു 7 വർഷം നമുക്ക് 2,000 വെച്ച് കൂടിക്കഴിഞ്ഞാൽ 2 × 7 14. 14,000 കൂടും. 14,000 കൂടിക്കഴിഞ്ഞാൽ നമുക്കത് 62,480 രൂപയാവും. ഇനി അതിനുശേഷം പിന്നെ അടുത്ത 2 വർഷത്തേക്ക് നമുക്ക് ഓരോ വർഷവും നമ്മുടെ ആ സാലറിയിൽ 2,340 rupees വെച്ച് കൂടും. അതാണ് ആ എഴുതിയേക്കുന്നത്. പലർക്കും അത് കാണുമ്പോൾ എങ്ങനെ അത് വരുന്നതെന്ന് പലർക്കും മനസ്സിലാവാറില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു തരുന്നത്, അത് അറിയേണ്ടവർക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെയും 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ സാലറി എത്ര ആയിരിക്കും? ഇത്രയായിരിക്കും. ഇപ്പോൾ 9 വർഷം കഴിയുമ്പോൾ നമ്മുടെ സാലറി ജോയിൻ ചെയ്തതിന് ശേഷം 9 വർഷം കഴിയുമ്പോൾ നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് അത്രയായിരിക്കും. ഓക്കെ, അലവൻസുകളൊന്നും ചേർക്കാതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനുശേഷം പിന്നെയും അടുത്ത 7 വർഷത്തേക്ക് ഓരോ വർഷവും എന്ത് ചെയ്യും, ഈ 2,680 rupees വെച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ പിന്നെയും ഈ പറഞ്ഞ ഒരു 7 വർഷം കൂടി കഴിയുമ്പോൾ, അപ്പം നമ്മുടെ 9ഉം 7ഉം
നിങ്ങൾക്കറിയാം 16 വർഷം കഴിയുമ്പോൾ നമ്മുടെ ബേസിക് പേ ഓക്കെ, ബേസിക് പേ എന്ന് പറയുന്നത് 85,920 റുപ്പീസ് ആകും. ഇത് കൂടാതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അലവൻസുകളെല്ലാം. അപ്പോൾ ഇങ്ങനെയാണ് ആ സാലറിയിൽ വരുന്നൊരു ഇൻക്രീസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊക്കെ ടൈം ടു ടൈം ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾക്കറിയാം, അത് കൂടിക്കൊണ്ടേയിരിക്കും. സോ ആ ചേഞ്ചസ് ഉറപ്പായിട്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. നിങ്ങൾക്കറിയാം, ആ സാലറീസിൽ എപ്പോഴും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരാറുണ്ട് ഒരു ടൈം ടു ടൈം വരുമ്പോൾ. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാജുവേറ്റ് എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ആൻഡ് അത് നോക്കുന്നത് ഡേറ്റ് ഈ ഒരു ഡേറ്റ് വെച്ചുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. 21/7/2025 ഈ ഡേറ്റ് വെച്ചുകൊണ്ടാണ് അത് നോക്കുന്നത്. നമ്മൾ ഈ ഡേറ്റിന് നമ്മൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം, നമുക്ക് ആ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗട്ട്സും അതുപോലെ വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും വരുന്ന ഒരു ഡൗട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഈ സിബിൽ സ്കോറിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ആണ് ഇപ്പോൾ ഒരുപാട് പേർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സിബിൽ സ്കോർ അതെന്താ, അത് ആവശ്യമുണ്ടോ, നമുക്ക് അപ്ലൈ ചെയ്യാൻ, എൻ്റെ സിബിൽ സ്കോർ എത്ര ആയിരിക്കും എന്നൊക്കെ പലർക്കും പല ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് സ്കോർ, ഓക്കെ, ആ ക്രെഡിറ്റ് സ്കോർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ എടുത്തുള്ള ലോണിനനുസരിച്ചും നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മേളിൽ ചെയ്തിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ചും, നമ്മൾ ലേറ്റ് പേയ്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്, കറക്റ്റായിട്ട് സമയത്തിന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മേളിലാണ് നമ്മൾ ഈ സിബിൽ സ്കോർ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സിബിൽ സ്കോർ ബിൽഡ് നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ്, അതാണ് സിബിൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ ക്രെഡിറ്റ് സ്കോർ എന്നും പറയാറുണ്ട്. അപ്പോൾ ആ ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ് അവരത് ചെക്ക് ചെയ്യുന്നത്. ഇനി ഒരുപാട് ഡൗട്ട് ഉണ്ട്, ഇതുണ്ടെങ്കിലേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ ചിലർക്ക് ചില ഡൗട്ട് ഉണ്ട്. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് ഒരു റെലവൻസും ഇല്ല എന്നുള്ളത് അവിടെ തന്നെ ക്ലിയർലി പറയുന്നുണ്ട്. ദിസ് ക്ലോസ് ഡസ് നോട്ട് അപ്ലൈ ടു ദ കാൻഡിഡേറ്റ് വിത്ത് നോ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ടേ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ എന്താ പറയുക, നമ്മുടെ ഈ സിബിൽ സ്കോറുമായിട്ട് അവർക്ക് ഇത് ഒട്ടും റെലവൻ്റേ അല്ല. ഇനി ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ സിബിൽ സ്കോർ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കേസേ ഇല്ല. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ദിസ് റിക്വയർമെൻറ്റ് ഇസ് നോട്ട് എ പ്രീ കണ്ടീഷൻ ടു അപ്ലൈ. ഈ കണ്ടീഷൻ ഇതുള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനൊന്നുമില്ല. അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രീ കണ്ടീഷനേ അല്ല ഇത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്ന് അവർ ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിബിൽ സ്കോർ കാണും, ആ സിബിൽ സ്കോർ എത്രയാണെന്ന് അവർ ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ എത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താണ് എന്നുള്ളത് നോക്കാൻ വേണ്ടി കൂടിയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ബാങ്കിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന നിങ്ങളുടെ ഹിസ്റ്ററി, ക്രെഡിറ്റ് ഹിസ്റ്ററി എന്താ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ആ ഒരു ഹിസ്റ്ററി എന്താ, നിങ്ങൾ കറക്റ്റായിട്ട് ലോൺ എടുത്തിട്ട് കറക്റ്റായിട്ട് തിരിച്ചടച്ചിട്ടുള്ള ഒരാളാണോ, അതോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഡിഫോൾട്ടർ ആണോ, അങ്ങനെയുള്ള കാര്യം ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണോ, നിങ്ങൾ കറക്റ്റ് ആ ഒരു ഡേറ്റിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്തോ, അതോ ലേറ്റ് പേയ്മെൻ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഹിസ്റ്ററി എന്താണ് എന്നുള്ളതാണ് ആക്ച്വലി അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരിക്കലും നിങ്ങളത് വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതായാലും ടുവേർഡ്സ് ദി എൻഡ് നമ്മുടെ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് അവസാനത്തെ സ്റ്റേജ് ആകുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങളിന് റെലവൻസ് വരുന്നുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ ഡിഫോൾട്ടേഴ്സിനാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പോകുന്നത്. അല്ലാതെ അതിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരാളെങ്കിൽ അവർക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കത്തില്ല. അവർക്ക് ആ സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ 300 to 900 ആ സ്കോർ വരുന്നത്. അവർക്ക് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് അവിടെ ഒരു ഇഷ്യൂ വരേണ്ട ആവശ്യമില്ല. ഈ സിബിൽ സ്കോർ വരുന്ന 300 to 900 റേഞ്ചിലാണ്. അതിൻ്റെ അറൗണ്ട് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു 700 മുകളിൽ അല്ലെങ്കിൽ ഒരു 750 മേലുള്ള സ്കോറിനെയാണ് എന്താ പറയുക ഒരു ഗുഡ് സ്കോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സ്കോർ എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ശരി. അപ്പോൾ ഇത് നിങ്ങൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഒരുപാട് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഇനി മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഓക്കെ, വൺ ഓഫ് ദി മേജർ ചേഞ്ച് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റിൻ്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 35 ക്വസ്റ്റ്യൻ, റീസണിങ്ങിന് നമുക്ക് 35 ക്വസ്റ്റ്യൻ ഉണ്ട്. അതേ 100 ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. അതേ 100 മാർക്കും നമുക്കവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ ടൈം എന്ന് പറയുന്നതും നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ നമ്മുടെ ഈ പറഞ്ഞ സെക്ഷണൽ ടൈമിംഗ് അവിടെ ഉണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്. 20 മിനിറ്റ് തന്നെ ടൈമിംഗ് വരുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഒരു ചേഞ്ചും ഇല്ല. ഇനി എവിടാണ് ഈ ചേഞ്ച് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് 35 ക്വസ്റ്റിന് കൊടുത്തേക്കുന്ന മാർക്ക് എത്രയാണ്? 30 മാർക്ക് കൊടുത്തിട്ടുള്ളൂ. ആൻഡ് ഇവിടെ 35 ക്വസ്റ്റിന് കൊടുത്തേക്കുന്ന മാർക്ക് നമുക്ക് 40 മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് നേരത്തെ എല്ലാത്തിലും ക്വസ്റ്റിൻ്റെ കൗണ്ടും മാർക്കും സെയിം ആയിരുന്നു. കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് എന്നൊരു ആംഗിളിലാണ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ 35 ക്വസ്റ്റിന് 30 മാർക്കും 35 ക്വസ്റ്റിന്
40 മാർക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ മാർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ റീസണിംഗിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ മെയിൻസിൽ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്. നിങ്ങൾക്കറിയാം ക്വസ്റ്റിൻ്റെ കൗണ്ടിനേക്കാളും കൂടുതലായിരിക്കും ചിലപ്പോൾ മാർക്ക്. അപ്പോൾ അവിടെ ചില ക്വസ്റ്റിൻ്റെ മാർക്ക് എന്തായിരിക്കും 1.5 മാർക്കൊക്കെ വരുന്ന കേസുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഇനി ഇവിടെ നമ്മുടെ പ്രിലിംസിലേക്കും ഇൻക്ലൂഡ് ചെയ്യുവാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ചില ക്വസ്റ്റിന് 1 മാർക്കായിരിക്കും മിക്കവാറും, പക്ഷേ അതേ സ്ഥലത്ത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായിരിക്കും ഈ പറഞ്ഞ 1 മാർക്കിനേക്കാളും കൂടുതലായിരിക്കും. ലൈക്ക് ചിലപ്പോൾ 1.5 മാർക്കായിരിക്കും. യൂഷ്വലി നമ്മൾ കാണുന്ന 1.5 പക്ഷേ വേറെയും പോസിബിലിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് എക്സാം നടന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ് ഈ വട്ടം അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഇത് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞ് ഈ കാണുന്നത് രണ്ടുമാണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷിലൂടെ ഒരു ചേഞ്ച് ഇല്ല. 30 മാർക്ക് 30 ക്വസ്റ്റ്യൻ എന്ന റാങ്കിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒരു മേജർ ചേഞ്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മെയിൻസിലേക്ക് നമുക്ക് പോകാം. ഇനി മെയിൻസിൽ എന്ത് വ്യത്യാസമാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ ഒരു പാറ്റേണിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കവിടെ കാണാം. എസ്പെഷ്യലി ഒരു മേജർ ചേഞ്ച് വന്നേക്കുന്നത് നമ്മുടെ ആ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഏരിയയ്ക്കാണ് നമുക്കൊരു മേജർ ചേഞ്ച് വന്നേക്കുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഉള്ള നമുക്ക് അവിടെ തന്നെ ഉണ്ട് ജനറൽ അഫയേഴ്സ്, ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ് അത് ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. ബാങ്കിങ് അവയർനെസ് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇത് കൂടാതെ എക്സ്ട്രാ എന്താ വന്നേക്കുന്നത്, എക്സ്ട്രാ നിങ്ങൾക്കാണ് ഒരു എക്കണോമി. അത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യലിൻ്റെ കൂടെ എടുക്കാമെന്നെങ്കിലും വിചാരിക്കാം. ഓക്കെ, പക്ഷേ ഈ എക്കണോമി എന്ന് പറഞ്ഞിരുന്ന കാര്യം എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിജിറ്റൽ, നിങ്ങൾക്കറിയാം നമുക്ക് ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് ആയാലും ശരി നമ്മുടെ ആ ഒരു രീതിയിലൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു ഡിജിറ്റൽ അവയർനെസ് കൂടി അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. എക്കണോമിക് അവയർനെസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻക്ലൂഡിങ് RBI സർക്കുലേഴ്സ്. ഇനി തൊട്ട് RBIയുടെ റീസെൻ്റ്ലി വന്നിട്ടുള്ള സർക്കുലേഴ്സോ അല്ലെങ്കിൽ പ്രീവിയസ് വന്നിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള സർക്കുലേഴ്സ് ഒക്കെ എന്താണ് ഇനി തൊട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എന്താ ചേഞ്ച് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർലി കാണാം. നമ്മൾ എക്സാക്ട്ലി ആ വേർഡ്സ് എടുത്തു പറയുകയാണെങ്കിൽ എക്കണോമിക് അവയർനെസ്, ഡിജിറ്റൽ അവയർനെസ് ആൻഡ് നമ്മുടെ ഈ പറഞ്ഞ RBIയുടെ സർക്കുലേഴ്സ്, ഇത് മൂന്നുമാണ് നമുക്കിവിടെ സ്പെഷ്യലായിട്ട് വന്നേക്കുന്ന ചില കാര്യങ്ങൾ. നിങ്ങളുടെ ക്വസ്റ്റിൻ്റെ കൗണ്ടിലും മാർക്കിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നതാണ് പുതിയ പാറ്റേൺ എന്നുള്ളത്. നമുക്ക് റീസണിങ് 40 ക്വസ്റ്റ്യൻ 60 മാർക്കാണ് വരുന്നത്. നമുക്ക് ഈ പറഞ്ഞ ജനറൽ അവയർനെസ്സിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. 35 ക്വസ്റ്റിനും 50 മാർക്കിലേക്ക് അത് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് 35 ക്വസ്റ്റ്യൻ 40 മാർക്സ് ആണ്. നമ്മുടെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് അനലൈസിസ് നമുക്ക് 35 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്. മൊത്തം ഇപ്പം ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് പുതിയ അപ്ഡേറ്റഡ് എന്ന് പറയുന്നത് 145 ക്വസ്റ്റ്യനും നമുക്ക് 200 മാർക്കുമാണ് ഇപ്പോൾ അവിടെ നമുക്ക് വരുന്നത്. ഇനി അടുത്തൊരു മേജർ ചേഞ്ച്, അപ്പം നമുക്ക് ഇവിടെ ചെറിയ മാർക്ക് എന്താ പറയുക, നമ്മുടെ ഇവിടെ ഒരു ജനറൽ അവയർനെസ്സിൻ്റെ ആ ഒരു സിലബസിൽ തന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റിൻ്റെ കൗണ്ടിലും നമ്മുടെ മാർക്കിങ്ങിലും ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. മെയിൻലി ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന നമ്മുടെ ആ ഒരു അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് നിങ്ങൾക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് ഏരിയ. ഈ ഡിസ്ക്രിപ്റ്റീവ് ഏരിയയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പം പുതിയ ഡിസ്ക്രിപ്റ്റീവ് അനുസരിച്ചാണെങ്കിൽ എസ്സേയും കോംപ്രഹെൻഷൻ, ഓക്കെ, എസ്സേയും കോംപ്രഹെൻഷൻ, നേരത്തെ കോംപ്രഹെൻഷൻ അല്ലായിരുന്നു, ഇപ്പം പുതുതായിട്ട് എസ്സേയും കോംപ്രഹെൻഷനും ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ 2 എണ്ണം കാണും. 25 മാർക്ക് വെച്ചായിരിക്കും നമുക്ക് അത് 25 മാർക്കായിരിക്കും നമുക്ക് അതിന് വരുന്നത്. ആൻഡ് മൊത്തം 30 മിനിറ്റ്, പഴയ പോലെ തന്നെ 30 മിനിറ്റ് അതാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അവിടെ മാർക്ക് ചെയ്യണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. ഇനി അടുത്ത ഒരു ചേഞ്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന അടുത്തൊരു ചേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഇൻ്റർവ്യൂവിന് മുമ്പ്. ഓക്കെ, അത് നിങ്ങൾക്ക് അവിടെ കാണാം. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ മേ ബി ഇവാലുവേറ്റഡ് ബൈ ആൻ ഓട്ടോമേറ്റഡ് സ്കോറിംഗ് മെക്കാനിസം. അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എങ്ങനെയാണ് കറക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമേറ്റഡ് സ്കോറിംഗ് മെക്കാനിസം ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഒരേപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അത് ഒരാളുടെ റൈറ്റിംഗ് പ്രൊഫഷൻസി ആയിരിക്കും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് കൂടാതെ നമുക്കൊരു പുതിയ സംഭവം വന്നിരിക്കുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. കാൻഡിഡേറ്റ്സ് ഹു ക്വാളിഫൈ ഇൻ ദ മെയിൻസ് എക്സാമിനേഷൻ വിൽ ബി കോൾഡ് ഫോർ എ പേഴ്സണാലിറ്റി ടെസ്റ്റ്. സെൽഫ് റിപ്പോർട്ട് പേഴ്സണാലിറ്റി പ്രൊഫൈൽ ഓഫ് ദ കാൻഡിഡേറ്റ് വിൽ ബി പ്ലേസ്ഡ് ബിഫോർ ദ ഇൻ്റർവ്യൂ പാനൽ. അപ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റി പ്രൊഫൈൽ നമ്മുടെ ഇൻ്റർവ്യൂയുടെ സമയത്ത് നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂയുടെ മുമ്പിൽ അവർക്ക് ഈ പറഞ്ഞ ആ ഒരു എന്താ പറയുക കാൻഡിഡേറ്റിൻ്റെ പേഴ്സണാലിറ്റി പ്രൊഫൈൽ അവർക്ക് അവരുടെ ടേബിളിൽ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. ലൈക്ക് അവിടെ മുമ്പ് അത് പ്ലേസ് ചെയ്യും, അതുകൂടി അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. ദ പേഴ്സണാലിറ്റി ടെസ്റ്റ് വിൽ ബി നോൺ ക്വാളിഫൈങ് ഇൻ നേച്ചർ. ഓക്കെ, അവിടെ ഒരു ക്വാളിഫൈങ് എന്നൊരു ആംഗിളൊന്നും ഇല്ല. ഓക്കെ, നോൺ ക്വാളിഫൈങ് ഇൻ നേച്ചർ എന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അതൊരു നിങ്ങളുടെ ഒരു എന്താ പറയുക പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രോസസ്സാണ്. അവിടെ അത് ക്വാളിഫൈ ആവണം അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് നമ്മുടെ ഇൻ്റർവ്യൂവിൽ
ഒരു ഭാഗമായിട്ട് ആ ഒരു റിപ്പോർട്ട് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് പറയുന്നത്. എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പേഴ്സണാലിറ്റി കൂടി ടെസ്റ്റ് ചെയ്യും, ജസ്റ്റ് ഇൻ്റർവ്യൂ വെച്ച് നിങ്ങളുടെ ആ ഒരു നോളജ് മാത്രം ടെസ്റ്റ് ചെയ്യുന്നത് കൂടാതെ. ഹവർ അപ്പിയറിംഗ് ഇൻ ദ പേഴ്സണാലിറ്റി ടെസ്റ്റ് വിൽ ബി മാൻഡേറ്ററി ഫോർ ബീങ് എലിജിബിൾ ഫോർ അപ്പിയറിംഗ് ഇൻ ദ ഇൻ്റർവ്യൂ പ്രോസസ്. അപ്പോൾ അത് വളരെ ക്ലിയർ ആണ് ദാറ്റ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് അവിടെ ക്വാളിഫയിങ് അല്ലെങ്കിൽ പോലും നിങ്ങൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ഒരാൾക്ക് മാത്രമേ എന്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കത്തില്ല. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ നിന്ന് പുറത്താകും എന്നുള്ളതാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി വേറെ ചേഞ്ചസിനെ കുറിച്ച് ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ പിന്നുള്ളത് ചിലർക്കെങ്കിലും ഡൗട്ട് വരുന്ന കാര്യമാണ് നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഏത് ID കാർഡ് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ID കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, ഒരുപാട് ID കാർഡ്സ് ഉണ്ട്. ഞാൻ അതിൽ ചിലത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയാം. ഒന്ന് ആധാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ആധാർ നമ്മുടെ വേറെയും ഇപ്പോൾ നിങ്ങൾക്കറിയാം മിക്കവാറും എല്ലാ എക്സാംസിനും ആധാറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ആധാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധാർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പക്ഷേ അതുകൂടാതെ ആധാറോ അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസോ പാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, റേഷൻ കാർഡ് ആൻഡ് ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് will not be accepted as a valid ID proof in the selection process ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഇലക്ഷൻ കാർഡോ അല്ലെങ്കിൽ ലേണേഴ്സ് ഡ്രൈവിംഗ് കാർഡോ നിങ്ങൾ കൊണ്ടുപോകല് അത് അക്സെപ്റ്റ് ചെയ്തില്ല ക്ലിയർലി പറയുന്നുണ്ട്. അത് നിങ്ങൾ ക്ലിയർലി അറിഞ്ഞിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ആ ഒരു ID കാർഡിൽ ക്ലിയർലി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൊടുത്ത പേര് തന്നെ നിങ്ങളുടെ ID കാർഡിൽ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഈ പറയുന്ന കാര്യം കൊണ്ടുപോകേണ്ടി എന്നുള്ളത് ക്ലിയർലി പറയുന്നുണ്ട്. ID കാർഡ് കൊണ്ടുപോകേണ്ടി എന്നുള്ളത് പറയുന്നത്. ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ് ഹു ഹാവ് ചേഞ്ച്ഡ് ദെയർ നെയിം will be allowed only if they are producing original gazette notification, their original marriage certificate, affidavit in original. അപ്പോൾ ഇനി ആരെങ്കിലും പേര് ചേഞ്ച് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരിപ്പം എന്ത് ചെയ്യണം, ഒന്നുകിൽ അവിടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ കാണിക്കണം, അല്ലെങ്കിൽ അഫിഡവിറ്റ് കാണിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സിഗ്നേച്ചർ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അത് ഓൾറെഡി നമുക്ക് ഉള്ള കാര്യം തന്നെയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളിലേക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിവിടെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ കാൻഡിഡേറ്റ് ആർ അഡ്വൈസ് ടു process acquire valid Aadhaar card ഫോർ ദി CRP പ്രോസസ്സ്. നമ്മുടെ ഈ CRP പ്രോസസ്സ് നമ്മുടെ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളത് അവിടെ ക്ലിയർലി പറയുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ ആധാർ വെരിഫിക്കേഷൻ നമുക്ക് അവിടെ ചെക്ക് ചെയ്യും അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദ സെലക്ഷൻ പ്രോസസ്സ്. അതാണ് നേരത്തെ എടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ആധാറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. നിങ്ങൾ മാക്സിമം ഏറ്റവും നല്ലതായിരിക്കും എക്സാംസിന് പോകുന്ന സമയത്ത് ആധാർ കാർഡ് തന്നെ നിങ്ങളുടെ ID കാർഡായിട്ട് യൂസ് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചേഞ്ചസ് അല്ല, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സാമിൻ്റെ പ്രിലിംസിൽ എക്സാമിൻ്റെ മാർക്ക്, മെയിൻസിൽ എക്സാമിൻ്റെ പാറ്റേൺ, നമ്മുടെ ജനറൽ അവയർനെസ്സിൽ വരുന്ന എക്സ്ട്രാ പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇനി തൊട്ട് എക്സ്ട്രാ പഠിക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിലേക്ക് വരുമ്പോൾ നമുക്ക് ഇനി തൊട്ട് എസ്സേയുടെ കൂടെ റീഡിംഗ് കോംപ്രഹെൻഷനാണ് വരാൻ പോകുന്നത്. ഇതെല്ലാം കൂടി 30 മിനിറ്റ്സിനകത്ത് നമുക്ക് ചെയ്യും വേണം. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എക്സാം പ്രോസസ്സിൽ മെയിനായിട്ട് വരുന്നത്. സെലക്ഷൻ പ്രോസസ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഐ ഹോപ്പ് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ഇപ്പോൾ പഠിച്ച് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങളിപ്പം പഠിച്ച് തുടങ്ങിയതേ ഉള്ളൂ, ഫ്യൂച്ചറിൽ വരുന്ന അടുത്ത വർഷം വരുന്ന എക്സാംസ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഇയർ വരുന്ന എക്സാംസ് ഒക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒട്ടും വെയിറ്റ് ചെയ്യില്ല. നമുക്ക് ഈ പറയുന്ന ഒരുപാട് ബാച്ചസ് ഉണ്ട് നമ്മുടെ എൻട്രിയിൽ തന്നെ. ഈ പറയുന്ന ഇപ്പോഴത്തെ വന്ന നോട്ടിഫിക്കേഷൻ്റെ ബേസിൽ തുടങ്ങിയിട്ടുള്ള ബാച്ചസ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്ത സ്റ്റഡി പ്ലാനിലായിരിക്കും ആ ഒരു ക്ലാസ്സസ് പോകുന്നത്. റെക്കോർഡ് ക്ലാസ്സസ് കാണും, ലൈവ് ക്ലാസ്സസ് കാണും. അതിലും നമുക്ക് ഈ പറയുന്ന ഡേ ടൈം ഉള്ള ബാച്ചസ് ഉണ്ടായിരിക്കും, സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചസ്. ഫുൾ ഡേ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ആ ഒരു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഡേ ടൈം ഉള്ള ബാച്ചസ് ഉണ്ടായിരിക്കും. അതല്ല നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണലാണ് അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് ഈവനിങ് നൈറ്റ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ്സസ് ഒക്കെ നൈറ്റിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡേ ടൈം ഉള്ള വർക്കായാലും ശരി, നിങ്ങൾ ഈവൻ വർക്കിംഗ് ആയാലും ഈ പറഞ്ഞ കോളേജിൽ പഠിക്കുന്നവരായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡേ ടൈമുള്ള ക്ലാസ്സസ് എഫക്റ്റ് ചെയ്യാതെ ഈവനിങ് ടൈമുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ കോളേജിൽ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഫൈനൽ ഇയറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഒരു ഇപ്പം ജസ്റ്റ് പാസ് ഔട്ട് ആയവരാണെങ്കിൽ അവർക്ക് വേണ്ടി എലൈറ്റ് ബാച്ചുകളും ഉണ്ട്. എലൈറ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ വാലിഡിറ്റി അല്ല, നിങ്ങൾക്ക് കിട്ടുന്നത് 3 ഇയേഴ്സ് വാലിഡിറ്റി ആയിരിക്കും. ഇപ്പോൾ 3 ഇയേഴ്സ് വാലിഡിറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നവരുള്ള ഇപ്പോൾ സെക്കൻഡ് ഇയറും ഫൈനൽ ഇയറും കൂടി കഴിഞ്ഞിട്ടായിരിക്കും പാസ് ഔട്ട് ആയി ഇറങ്ങുമ്പോഴത്തേന്ന് ഓൾറെഡി നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ
പാസ് ഔട്ടായി ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിരിക്കും. പിന്നെയും പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു വർഷത്തെ വാലിഡിറ്റി കൂടി കാണും. ഇപ്പോൾ ഒരു എക്സ്റ്റൻഡഡ് വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു 3 ഇയർ വാലിഡിറ്റി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 1 ഇയർ വാലിഡിറ്റിയിൽ യൂഷ്വലി ഉള്ള കോഴ്സസ് പോലെ 1 ഇയർ വാലിഡിറ്റി പഠിക്കുക. 3 ഇയർ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കോളേജിൻ്റെ ഫൈനൽ ഇയർ ഉള്ളവരായാലും ശരി, സെക്കൻഡ് ഇയർ ഉള്ളവരായാലും ശരി, നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു വർഷം വാലിഡിറ്റി കാണും. നിങ്ങൾക്ക് ആ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന എക്സാംസ് ഒക്കെ തന്നെ നല്ലപോലെ പഠിച്ചിട്ട് എഴുതാം. ഓൾറെഡി നിങ്ങൾക്ക് നേരത്തെ എന്ത് ചെയ്യാം, സിലബസ് ഒക്കെ കവർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു എലൈറ്റ് ബാച്ചസിനെ കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞ ബാച്ചസിനെ കുറിച്ചൊക്കെ തന്നെ അറിയണമെങ്കിൽ, ഡേ ടൈം ബാച്ചസും ഡേ ടൈമുള്ള സ്പെഷ്യൽ ബാച്ചസും ഈവനിങ് ടൈമുള്ള സ്പെഷ്യൽ ബാച്ചസിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു എലൈറ്റ് ബാച്ചസ് അത് ഒരു സ്പെഷ്യലാണ്. അത് ഒരുപാട് നാൾ കാണത്തില്ല ആ ഒരു ഓഫർ, അത് കുറച്ച് നാളത്തേക്ക് കാണത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഈ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കും ഇപ്പം എന്താ പറയുക, ഈ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ്. ഇത് കുറച്ച് നാളത്തേക്കുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പം വന്ന നോട്ടിഫിക്കേഷൻ IPS BOയുടെ ബേസിസിലുള്ള ബാച്ചസും ഉണ്ട്, അതുപോലെ തന്നെ ബാങ്കിൻ്റെ ബാക്കിയുള്ള ബാച്ചസും ഉണ്ട്. അതിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാതിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് വിളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ ബാക്കിയുണ്ട്. IPS ക്ലർക്കുണ്ട്, നമുക്ക് SBI ക്ലർക്കുണ്ട്, അതിൽ RRB ക്ലർക്ക്, RRB PO ഉണ്ട്. ഇതുകൂടാതെ റിസർവ് ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം തന്നെ വിളിക്കാനുണ്ട്. പിന്നെ ഇതുകൂടാതെ അല്ലാതെ വിളിക്കുന്ന ബാങ്ക് എക്സാംസും നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിൽ തന്നെയുള്ള വേറെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ലൈക്ക് സെബിയും അങ്ങനെയൊക്കെ ഉള്ളതും. അപ്പോൾ ഇതെല്ലാം വിളിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ അതേപോലത്തെ സെയിം സിലബസും സെയിം പാറ്റേണൊക്കെ തന്നെയാണ് നമുക്ക് അവിടെ വരുന്നത്. വലിയ വ്യത്യാസങ്ങൾ അവിടെ വരാറില്ല. സിലബസ് സെയിം ആണ്, പാറ്റേണിൽ മാത്രം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. സോ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ഒന്നും മിസ്സാക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. വരാതിരിക്കുന്ന വർഷം നിങ്ങൾക്ക് ഒരു നല്ല ജോലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരും വിഷ് ചെയ്യുന്നു. ആൻഡ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ബാങ്കിങ് സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ നിങ്ങളെ ഇവിടെ തന്നെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. സോ ചാനലും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ഇനിയുള്ള അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. സോ നമുക്ക് വരുന്ന ഫ്യൂച്ചറിൽ ഇനി ഇതിൻ്റെ റിമൈനിങ് ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് മീറ്റ് ചെയ്യാം. താങ്ക്